പോവാനേ തോന്നുന്നില്ല. പപ്പടം അങ്ങനെ ഓരോ ദിവസവും നമ്മൾ മാറി മാറിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സാമ്പാർ, അവിയൽ, കിച്ചടി, പച്ചടി, രസം, പിന്നെ പപ്പടവും. പോരെ, പിന്നെ എങ്ങനെ ഫുഡ് അടിക്കാതിരിക്കും ഇവിടുന്ന്? പിന്നെ ഉച്ചയ്ക്ക് അങ്ങനെ കൊടുക്കണം. വൈകുന്നേരത്ത് നമ്മൾ കഞ്ഞി, പയറും അച്ചാറും. അവരുടെ കൂട്ടത്തിൽ അവരെ സഹായിക്കാൻ വരുന്നവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ മരുന്ന് വാങ്ങാനായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വരുന്ന പാവപ്പെട്ട രോഗികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. കിടക്കാതിരിക്കുന്നവർ ആ രോഗികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുറത്തുള്ള പേഷ്യന്റ് ആണെങ്കിൽ കൂടി മരുന്ന് വാങ്ങിക്കാനെങ്കിലും ഈ ആശുപത്രിയിൽ എത്തിയാൽ ഒരു നേരത്തെ ആഹാരം ഉറപ്പ്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വലിയ ഉത്സവങ്ങളിലോ ആഘോഷങ്ങളിലോ ഒന്നും താല്പര്യം ഇവർക്ക് തീരെ പോരാ. അശരണരായ നിർധരരായ രോഗികൾക്ക് എങ്ങനെയും 3 നേരം ആഹാരം കൊടുക്കാനുള്ള സന്നദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോരുകയാണിവർ. സൗജന്യമായ ഭക്ഷണ വിതരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ ചരിത്രത്തിന്റെ കഥകൾ. ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഇവിടെ ഡോക്ടറും രോഗിയും തമ്മിലുള്ള അകലം നീട്ടി ഒരു വിളി മാത്രമാണ്. ആശുപത്രിയിലെ ഡിസ്ചാർജ് ചെയ്യാറായോ? ആശുപത്രിയിൽ വന്നിട്ട് സുഖജീവിതം എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിൽ അത് കഞ്ഞിക്കുഴി പഞ്ചായത്തേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ? രോഗികൾ വരുന്നവരൊക്കെ കുടുംബത്തിലെ അംഗത്തിനെ പോലെ ഡോക്ടർമാരൊക്കെ പരിപാലിക്കുന്നു. ഇവിടുത്തെ കണക്കുകൾ കേട്ടാൽ, ഈ കമ്മ്യൂണിറ്റി സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരുടെ കണക്ക് കേട്ടാൽ തൽക്കാലം ഒരു കുട്ടി ഷോക്കിനുള്ള വകയുണ്ട്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 70,000 പേരാണ് ഈ ഹെൽത്ത് സെന്ററിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ നടത്തുന്നു, ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നമ്മളോട് പറയാൻ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ സൂപ്രണ്ടായ ഡോക്ടർ ചന്ദ്രൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ചന്ദ്രൻ സാറിനോട് തന്നെ ചോദിക്കാം. ഇവിടെ ദിവസേന ഏതാണ്ട് 200-250ഓളം രോഗികൾ ഒ പിയിലെത്തുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഐ പി വിഭാഗത്തിൽ 24 ബെഡുകളാണുള്ളത്. ഈ 24 ബെഡും മിക്കവാറും എല്ലാ സമയം തന്നെ ഫുള്ളാണ്. രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് മരുന്നും അതോടൊപ്പം തന്നെ 3 നേരം സൗജന്യ പോഷകാഹാര വിതരണവും ഇവിടെ നടക്കുന്നുണ്ട്. ഈ പോഷകാഹാര വിതരണം പബ്ലിക് സ്പോൺസേഡ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പഞ്ചായത്തിന്റെ വികസന പദ്ധതികളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ പഞ്ചായത്തിന്റെ വികസന പദ്ധതികൾ പറയുന്നത് പോലെ തന്നെ പഞ്ചായത്തിന് ചില പരിമിതികളും ഉണ്ടാവും വികസനത്തിന്. ഈ പരിമിതികൾ എന്തൊക്കെയാണ്? പഞ്ചായത്ത് നേരിടുന്ന പരിമിതികൾ. പഞ്ചായത്തിന്റെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ BHSയുടെ പരിമിതികളെ കുറിച്ച് സംബന്ധിച്ചാണ്. ഈ BHS എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു BHS ആണെങ്കിലും കുറെ പരിമിതികൾ, പ്രധാനമായിട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ അഭാവം, പിന്നെ സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ യൂണിറ്റ്, ഇതുപോലെയുള്ള സംവിധാനങ്ങളുടെ അഭാവം. അതുകൊണ്ട് വേണ്ട രീതിയിൽ രോഗനിർണ്ണയം നടത്താനോ രോഗികളെ ചികിത്സിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ അത് അത്രയും സംവിധാനം ഉണ്ടാക്കിയത് ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലായിട്ട് ഇതിനെ മാറ്റേണ്ടതുണ്ട്. അതുപോലെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർമാരെ നിയമിച്ചുകൊണ്ട് ഈ സമൂഹത്തിന്റെ മൊത്തം ഒരു അത്താണിയായി മാറാനായിട്ട് ഈ ഹോസ്പിറ്റലിനെ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ നിലവിൽ നിലവിലുണ്ട്. ഒരു കാര്യം ശരിയാണ്, കഞ്ഞിക്കുഴി പഞ്ചായത്ത് അതിന്റെ വികസനത്തിന്റെ വഴികളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെയാണ് മുന്നിലോട്ട് നീങ്ങുന്നത്. പരിമിതികൾ അറിയുമ്പോൾ തന്നെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പൂർണ്ണതയിലേക്ക് വളരാനുള്ള ഒരു ശ്രമം. ഇനി ജൂറിയുടെ ഊഴമാണ്. നേരെ കണ്ണൻ സാറിലേക്ക്. നിങ്ങളുടെ പേരിലുള്ള ആലപ്പുഴയിൽ വേറൊരു പഞ്ചായത്തും ഉണ്ട്, കഞ്ഞിക്കുഴി. പക്ഷേ ഈ കഞ്ഞിക്കുഴിയും ആ കഞ്ഞിക്കുഴിക്ക് ഒട്ടും പിന്നിലല്ലെന്നാണ് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമാണ് നിങ്ങളുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. അതിന് വേറൊരു പ്രത്യേക ജൂറി ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ. പൊതു സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാമോ? സ്കൂളുകളിലെ മാലിന്യം മുഴുവൻ അവിടെ ശേഖരിച്ച് അത് സെപ്പറേറ്റ് തിരിഞ്ഞ് ജൈവ വസ്തുക്കൾ കുടുംബശ്രീ വഴി കൊണ്ടുപോയി മണ്ണിര കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിനും അങ്ങനെ അവിടെ വേസ്റ്റ് ബിൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൗണിലെ ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യുന്നു. വലിയ പട്ടണം അല്ലാത്തതുകൊണ്ട് ധാരാളം മാലിന്യങ്ങളില്ല. അത് ശരി. പിന്നെ വേറൊന്ന് പറഞ്ഞ് എനിക്ക് വളരെ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, 1000 സൗരോർജ അടുപ്പുകൾ
വിതരണം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സൗരോർജ്ജ അടുപ്പല്ല, പുകയില്ലാത്ത അടുപ്പാണ്. അത് ശരി. അത് എല്ലാ വീടുകൾക്കാണ്? അതെ അതെ. 1000 ആണെങ്കിൽ ഇപ്പോൾ 7000-ഓളം വീടുകളുണ്ട് അല്ലേ അവിടെ? 8000. അപ്പോൾ ഒരു 15% വീടുകൾക്ക്. പിന്നെ ഒരു 600 ബയോഗ്യാസ് പ്ലാന്റ് വീടുകളിൽ. അത് ഞങ്ങൾ തന്നെ കൊടുത്താണ് 600. ഡിപ്പാർട്ട്മെന്റ് വഴി കൊടുത്തതും മറ്റേ ഏജൻസി വഴി കൊടുത്തതൊക്കെ അതിന് പുറമെ ഉണ്ട്. അതുകൂടാതെ എനിക്കൊന്ന് നിങ്ങളുടെ ഒന്ന് അറിയേണ്ടത്, ഈ കുടിവെള്ളത്തിനായിട്ട് പഞ്ചായത്ത് 17 എണ്ണം ഉണ്ടെന്നാണ് കുടിവെള്ള പദ്ധതികൾ. എങ്ങനെ ഇത് സാധിച്ചു? അത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതിയുണ്ട്, ട്രൈബൽ കോളനി. എന്തുവിധം പദ്ധതികളാണ് ഈ കുടിവെള്ളത്തിന്റെ? എന്തുവിധം പദ്ധതികളാണ്? അതായത് പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നതാണോ, കിണറാണോ? കുളവും കിണറും അവിടെ നിന്ന് പമ്പ് ചെയ്ത് ഉയർന്ന പ്രദേശത്ത് കയറ്റിയിട്ട് അവിടെ നിന്ന് ടാങ്കിൽ ശേഖരിച്ചതിന് ശേഷം പൈപ്പ് വഴി എടുക്കുക. ആദിവാസി ചികിത്സകൾ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ ഇപ്പോൾ? ആസ്മ, അലർജി, പനി, വൈറൽ പനി, പിന്നെ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കൂടുതലുണ്ട്. മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് വളരെ കുറവാണ്. ലെപ്റ്റോസ്പൈറോസ്, ഡെങ്കു ഫീവർ അല്ലെങ്കിൽ മലേറിയ അങ്ങനെയുള്ള കേസുകളൊന്നും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വൈറൽ രോഗങ്ങളും വളരെ കുറവാണ്. പക്ഷേ ആസ്മ, അലർജി, COPD കേസുകളൊക്കെ ധാരാളം വരാറുണ്ട്. ആദിവാസികളുടെ ചികിത്സാ രീതി അവിടെ ഒരുപാട് ആദിവാസി കുടുംബങ്ങളുണ്ടല്ലോ. ആദിവാസികൾ 3000-ഓളം ആദിവാസികളുണ്ട്. അവർക്ക് വേണ്ട എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. അവരുടെ ചികിത്സ ഇല്ല, നാമമാത്രമായിട്ടേ ഉള്ളൂ. പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുന്നവരാണ് ഹൈ റേഞ്ചിലും ഈ മലയോരവാസികളുടെ ജീവിതം ത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ആ അത്യധ്വാനത്തിൻ്റെ സ്പിരിറ്റ് തീർച്ചയായിട്ടും ഈ പഞ്ചായത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ആ ചിത്രത്തിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നുണ്ട്. ഇതിലൊരു പ്രധാനപ്പെട്ട നിങ്ങളുടെ പദ്ധതി ഒരു ജൈവ ഗ്രാമം പടുത്തുയർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇതിലെനിക്കൊരു സംശയം, ഈ 36,022 പേര് താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ, ഈ പഞ്ചായത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ 25 പേർ മാത്രം ഈ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജൈവ കർഷകരായിട്ട് എത്തിയിട്ടുള്ളൂ? ഇതുവരെ എന്തുകൊണ്ടോ അതിന് ഒരു ജൈവ കൃഷിയോട് താല്പര്യം വേണ്ടത്ര ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അതോ അതൊരു ബോധവൽക്കരണം വേണ്ടത് നടക്കുന്നില്ലെന്നുണ്ടോ? ഇത്തരം ഏജൻസികൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാനുള്ള സാധ്യത കുറവാണ്. തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന കാർഡ്സാണ് ആ മേഖലയിൽ കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അവരോട് പലവട്ടം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവരെത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾ അത് നോക്കിയിട്ടില്ല. ജൈവ കൃഷിയിലേക്ക് തന്നെ പ്രോത്സാഹനം കൊടുക്കാതെ ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ രജിസ്ട്രേഷനോ അവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ഒന്നും അല്ല കൂടുതൽ നോക്കുന്നത്. അത്തരം ഒരു പ്രചോദനം ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങളാണ്. ലോകം മുഴുവൻ അത് ഉറ്റുനോക്കുകയാണ്. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ശ്ലാഘനീയമായ പിന്തുണയും എല്ലാവരും മനസ്സാ തരുന്നുണ്ട്. അവിടെ നിലവിലുള്ള അടിസ്ഥാനപരമായ പോഷണ കുറവിനെ പറ്റിയുള്ള എന്തെങ്കിലും പഠനമെന്ന് ഞാൻ വിളിക്കുന്നില്ല, എങ്കിലും ഒരു വിലയിരുത്തലെങ്കിലും ഡോക്ടർ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആഹാരത്തിൻ്റെ കുറവ് എപ്പോഴും പ്രതിഫലിക്കുന്നത് പോഷണ രോഗങ്ങളിലാണ്. പോഷണ രോഗങ്ങളെന്ന് പറയുമ്പം അതിൽ പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയും അമ്മമാരെയും ഗർഭിണികളായ അമ്മമാരെയുമാണ് അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ വളർച്ചയുടെയും ബുദ്ധിവികാസത്തിൻ്റെയും ഘട്ടത്തിലായതുകൊണ്ട് വളരെ എളുപ്പം അവരുടെ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്ന പോഷണക്കുറവ് കണ്ടുപിടിക്കാൻ കഴിയും. ഗർഭിണിയായുള്ള അമ്മമാർ അനീമിയ അഥവാ വിളർച്ച കണ്ടുപിടിക്കാൻ കഴിയും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു അളവ് ഡോക്ടർ നോക്കിയിട്ടുണ്ടോ? അനീമിയ ചെറിയ തോതിലെങ്കിലും ഉണ്ട്. കോളനികളിലൊക്കെ അനീമിയ ഉണ്ട്. അവിടെ നമ്മൾ അയൺ ഫോളിക് ആസിഡ് വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിരബാധയ്ക്ക് മരുന്ന് കൊടുക്കാറുണ്ട്. കൂടുതലായ പ്രശ്നങ്ങളൊന്നും കണ്ടുവരുന്നില്ല കുട്ടികളിൽ. റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് കൂടുതൽ കാണുന്നത്. അതല്ല, ഈ പദ്ധതി തുടങ്ങിയതിന് ശേഷം 2 വർഷമായി പദ്ധതി തുടങ്ങിയിട്ട്, പദ്ധതി തുടങ്ങുന്നതിന് മുമ്പും പദ്ധതി തുടങ്ങിയതിന് ശേഷവും എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അളവുകൾ ഡോക്ടർ വെയിറ്റ് എടുത്തിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ നോക്കിയിട്ടോ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് പോഷണം കൊടുക്കുന്നില്ല. അഡ്മിറ്റായ ആ രോഗികൾക്ക് മാത്രമാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അല്ല, എങ്കിലും അതിൽ നിന്നൊരു പ്രതിഫലനം വരാമല്ലോ. ഒരു ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ കമ്പണന്റ് കൂടി ഇതിനകത്ത് എന്തായാലും ഉണ്ട്. നമ്മൾ ഒരു 1 വീക്ക് അഡ്മിറ്റ് ആയി 1 വീക്ക് ഫുഡ് കൊടുത്തുകൊണ്ട് അത്ര വലിയൊരു ഹീമോഗ്ലോബിനോ 2 വർഷമായി പദ്ധതി തുടങ്ങിയിട്ട് ഇല്ല. ഒരു ശാസ്ത്രീയമായ ഒരു വിലയിരുത്തൽ നടത്തുന്നതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. പേഷ്യന്റ് വീണ്ടും വീണ്ടും വരുന്ന ആൾക്കാരല്ലേ, വന്നുള്ള പേഷ്യന്റാണ്. രണ്ടാമത്തെ ചോദ്യം ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ് അല്ലേ?
ആ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും രോഗികളെ നമ്മൾ ഒരുപാട് അവിടെ കിടത്താൻ നമ്മൾ